ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് ആക്ച്വലി പവർ ഓഫ് ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ റീസെൻ്റ്ലി എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പവർ ഓഫ് ത്രീനെ കുറിച്ച് എന്താ പറയുക ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഐ സി ടി ട്രേഡേഴ്സിന് അറിയാം മേജർ ഒരു പാർട്ടാണ് ഈ പവർ ഓഫ് ത്രീ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഡെയിലി റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് പവർ ഓഫ് ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ PO3 എന്ന് പറയും, പവർ ഓഫ് ത്രീ. സോ ആ ഒരു കൺസെപ്റ്റിനെ കുറച്ച് സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് അതിൻ്റെ ലോജിക്കെല്ലാം ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, സോ പവർ ഓഫ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു 3 ഫേസ് വരുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മളുടെ ഒരു ഡെയിലി ബയാസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ദിവസം ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെയിലി ബയാസ് ഉണ്ടായിരിക്കും അല്ലേ. ഏതൊരു ആ ഒരു ക്യാൻഡിൽ മൂവ് അപ്പ് സൈഡ് മൂവ് ചെയ്യും അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബയാസ് ഉണ്ടാവില്ല. അത് ഏതൊർ റേഞ്ച് ബൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും. ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും നമുക്കുള്ളത് അല്ലേ. സോ ഇതേപോലെ ഒരു അപ്പ് ക്ലോസ്ഡ് ക്യാൻഡിലോ ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിലോ ഉള്ള ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പവർ ഓഫ് ഉള്ള ക്യാൻഡിൽ മീൻസ് അങ്ങനെ ഒരു ഡെയിലി ബയാസ് ഉള്ള ടൈമിലായിരിക്കും നമ്മൾ ഈ ഒരു പവർ ഓഫ് ത്രീനെ കൂടി അലൈൻ ചെയ്തിട്ട് നമ്മൾ ട്രേഡ്സ് എടുക്കാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, സോ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ബയാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മൾ ഏത് ഡയറക്ഷനെ ബേസ് ചെയ്ത് ട്രേഡ്സ് എടുക്കണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഡെയിലി ബയാസ്. വേറാസ് ഈ പവർ ഓഫ് ത്രീ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം എവിടെ എൻട്രി എടുക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പവർ ഓഫ് ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡെയിലി ബയാസും പവർ ഓഫ് ത്രീയും അലൈൻ ചെയ്ത് നിങ്ങൾ ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിന്നിങ് റേറ്റ് കൂടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഡെയിലി ബയസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റീസെൻ്റ്ലി ഒരു 2-3 ഡേയ്സിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഡെയിലി ബയാസ് മാർക്കറ്റ് സ്ട്രക്ചറിനെയും ലിക്വിഡിറ്റിനെയും ബേസ് ചെയ്ത് എങ്ങനെ ഡെയിലി ബയാസ് കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കുക, പ്ലേലിസ്റ്റിലുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഡെയിലി ബയാസിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം. സോ നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിച്ചു. സോ നമുക്ക് എന്തുണ്ടാവും, ഒരു ബയാസ് ഉണ്ടാവും, ഒരു ഡെയിലി ബയാസ് ഉണ്ടാവും. സോ ബയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത്, ഒരു ബുള്ളിഷ് ബയാസ് ഉണ്ട്, ബെയറിഷ് ബയാസ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിരിക്കും വരുന്നത്. ഒരു ബയാസ് ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും വരുന്നത്. മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഓക്കെ, സോ ബുള്ളിഷ് ബയാസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ അപ്പ് സൈഡ് മൂവ് ചെയ്യും. ബെയറിഷ് ബയാസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ ഡൗൺ സൈഡ് മൂവ് ചെയ്യും. റേഞ്ച് ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ സൈഡ് വേസ് ആയിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സേ നമുക്കൊരു ബുള്ളിഷ് ബയാസ് അല്ലെങ്കിൽ ബെയറിഷ് ബയാസ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, എവിടെ എൻട്രി എടുക്കും എന്നുള്ള കാര്യമാണ് ഇനി മനസ്സിലാവേണ്ടത്. സോ അതിനാണ് ഈ ഒരു പവർ ഓഫ് ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പവർ ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ ഇതിൽ ആക്ച്വലി 3 ഫേസസ് ആണുള്ളത്. 3 ഫേസസ് ആണുള്ളത് ഒരു ഡേയിൽ. ആക്ച്വലി ഇതുപോലെ 3 ഫേസിലാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഒരു ദിവസത്തെ ക്യാൻഡിലിൽ ഇതുപോലെ 3 ഫേസിലാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ഫേസ് ആണ് അക്യുമുലേഷൻ, സെക്കൻഡ് ഫേസ് ആണ് മാനിപ്പുലേഷൻ, തേർഡ് ഫേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ 3 ഫേസിലൂടെ ആയിരിക്കും ഒരു ദിവസം, ഒരു ട്രേഡിംഗ് ഡേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിളി ഉള്ള ലോജിക്ക്. സോ ഈ 3 ഫേസ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ്, എൻട്രി പോയിന്റ്സ് നമുക്ക് കിട്ടും. ആ ഒരു ട്രേഡിൽ ഏറ്റവും നല്ല ബൈ പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സെൽ പോയിന്റ് നമുക്ക് കിട്ടും. ഹൈ പ്രോബിലിറ്റി ട്രേഡ്സ് എടുക്കാനുള്ള ചാൻസസ് കൂടും. എല്ലാ ദിവസവും ഇത് നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഡേയ്സിൽ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കിത് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഫേസ് ആണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ബിൽഡ് പൊസിഷൻ ഇൻ എ ടൈറ്റ് റേഞ്ച് ട്രാപ്പിംഗ് ഏർലി ട്രേഡേഴ്സ്. ഒരു ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സിമ്പിളായിട്ടൊന്നുമില്ല, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ കാണിക്കും. ഒരു ഡെയിലി ക്യാൻഡിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഡെയിലി ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ബയാസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ മാർക്കറ്റ് 3 ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതിലൊരു ഫസ്റ്റ് ഫേസ് ആണ് അക്യുമുലേഷൻ ഫേസ്, സെക്കൻഡ് ഫേസ് ആണ് മാനിപ്പുലേഷൻ ഫേസ്, ആൻഡ് തേർഡ് ഫേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫേസ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ഫേസ് ആണ് അക്യുമുലേഷൻ. ഈ അക്യുമുലേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്.
അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്റ്സ് ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ്. സോ ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിങ്ങിന് ശേഷം, ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമല്ലോ, ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിന് ശേഷം ഫസ്റ്റിലെ സംഭവിക്കുന്നതാണ് അക്യുമുലേഷൻ. സോ ഈ അക്യുമുലേഷൻ നടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യുമുലേറ്റ്സ് ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ലിക്വിഡിറ്റി അക്യുമുലേറ്റ് ചെയ്യും. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് എന്താണ്, ഒരു മേജർ മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിനെയാണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ സൈഡ് വൈസ് ആയി ഇവിടെ ഇത്രയും പാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താ കണ്ടത്, നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? ബട്ട് ഈ ഒരു പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൂവ്മെൻറ്റേ കാണിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യായിരുന്നു. അതിനുശേഷം ഇപ്പുറത്തെ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലേ? സോ നമുക്ക് ക്ലിയർ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റേഞ്ച് ബൗണ്ട് ആണ്, അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണെന്നുള്ളത് ക്ലിയർ ആണ്, അല്ലേ? സോ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഒരു ഡെയിലി ക്യാൻഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതാണ് ഫസ്റ്റ് ഫേസ്. ഈ ഫസ്റ്റ് ഫേസിനെയാണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ അക്യുമുലേഷൻ ഫേസിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അക്യുമുലേറ്റ്സ് ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും ലിക്വിഡിറ്റി അക്യുമുലേറ്റ് ചെയ്യും. സോ ഇവിടെ എന്താ സംഭവിച്ചേ, മാർക്കറ്റ് ഇവിടെ നോക്കുമ്പോൾ നല്ല ബെയറിഷ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ എന്താ പറയുക, ഇവിടുന്ന് എൻട്രി മിസ്സായിട്ടുള്ള കുറേ ട്രേഡേഴ്സ് ഉണ്ടാവും, അല്ലേ? അവർക്ക് എന്ത് ചെയ്യും, ഫോമോ അടിക്കും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആവും. ഓക്കെ, ആ എൻട്രി മിസ്സായോ, എനിക്ക് ഈ എൻട്രി ക്യാപ്ചർ ചെയ്യണം എന്നൊക്കെയുള്ള ഇമോഷൻസ് ഒക്കെ അടിച്ചിട്ട് ഇവർ എവിടെ നിന്നെങ്കിലും ഒരു പുൾ ബാക്ക് കിട്ടുമ്പോൾ വീണ്ടും ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. സോ മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് തന്നു, അതിനുശേഷം ഇങ്ങനെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാണ്. സോ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഓക്കെ, ഒരു പുൾ ബാക്ക് കിട്ടിയില്ലേ, ഇവിടുന്ന് നമുക്കൊരു ഷോർട്ട് എൻട്രി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ആൾക്കാർ വീണ്ടും ഷോർട്ട് എൻട്രീസ് ഇടും. ഷോർട്ട് എൻട്രീസ് ഇട്ട് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ലോസ് റീസെൻ്റ്ലി ഫോം ചെയ്ത ഒരു ഹൈൻ്റെ അവിടെ കൊണ്ടുവെക്കും. റീറ്റെയിൽ ട്രേഡേഴ്സ് റീസെൻ്റ്ലി ഫോം ചെയ്ത ഒരു ഹൈൻ്റെ അവിടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവെക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും ഷോർട്ട് ചെയ്തതിന് ശേഷം അവരിവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും, അല്ലേ? എന്ത് വിശ്വാസത്തിലാണ്, മാർക്കറ്റ് ഇനിയും താഴേക്ക് തന്നെ പോകും എന്നുള്ളൊരു വ്യൂവിൽ അവർ ഷോർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ചില ട്രേഡേഴ്സ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് മാർക്കറ്റ് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റും, അല്ലേ? ഇവിടെ ആയിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇനി ഇവിടെ സപ്പോർട്ട് എടുത്തു. സോ ഇനി മാർക്കറ്റ് നേരെ ബുള്ളിഷ് ആകും എന്നുള്ള വിശ്വാസത്തിൽ എന്ത് ചെയ്യും, ചില ട്രേഡേഴ്സ് ഇവിടുന്ന് എന്ത് ചെയ്യും, ബൈ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, റീസെൻ്റ്ലി ഫോം ചെയ്ത സ്വിംഗ് ലോയിൽ കൊണ്ടുവന്ന് അവരുടെ SL കീപ്പ് ചെയ്യും, അവരുടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ആരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, രണ്ട് സൈഡിലും സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട്, അല്ലേ? ഇവിടെ സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഇവിടെ ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസും ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഈ സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡേഴ്സ് അല്ലേ, ബൈ ഓർഡേഴ്സും ഈ ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സുമാണ്, അല്ലേ? ഇങ്ങനെ രണ്ട് ഓർഡേഴ്സും ഇപ്പോൾ ഇവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫേസിനെയാണ് എന്താണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എന്താണ് ഈ ഒരു ഫേസിൽ നടക്കുന്നത്, അക്യുമുലേറ്റ്സ് ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ലിക്വിഡിറ്റി അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. സോ ഒരു ഡെയിലി ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ആദ്യമേ സംഭവിക്കുന്ന ഒരു ഫേസാണ് ഫസ്റ്റ് ഫേസ്. ഇങ്ങനെയായിരിക്കും, അതായത് ഒരു ഡെയിലി ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, അതിനെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റിൽ ആദ്യമേ ഒരു കൺസോളിഡേഷൻ, വലിയൊരു മേജർ മൂവ്മെൻറ്റ് നടക്കുന്നതിന് പകരം ഒരു കൺസോളിഡേഷൻ നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു കൺസോളിഡേഷൻ നടക്കുമ്പോൾ രണ്ട് സൈഡിലും ലിക്വിഡിറ്റി അക്യുമുലേറ്റ് ചെയ്യും, ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും ഉണ്ടാവും. പിന്നെ വരുന്ന ഫേസാണ് സെക്കൻഡ് ഫേസ്, മാനിപ്പുലേഷൻ ഫേസ്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞു. സോ ഇവിടെ ഈ ഒരു ചാർട്ട് നോക്കിയാൽ മതി, ഇതിപ്പോൾ അക്യുമുലേഷൻ ഫേസ് ആയിരുന്നു. ഈ ഓറഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് അക്യുമുലേഷൻ ഫേസ് ആണ്. അക്യുമുലേഷൻ ഫേസ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന സെക്കൻഡ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസിനെയാണ് മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. പ്രൈസ് മൂവ്സ് ഷാർപ്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ക്രിയേറ്റ് ഫോൾസ് ബ്രേക്ക്ഔട്ട് ആൻഡ് ഇൻഡ്യൂസ് ലിക്വിഡിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, പെട്ടെന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്ന് മൂവ് ചെയ്യും. സോ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്.
ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അക്യുമുലേഷൻ പോർഷൻ ആയിരുന്നു. സോ അതാണ് ഇവിടെ കാണുന്നത് അക്യുമുലേഷൻ പോർഷൻ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? അക്യുമുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഈ അക്യുമുലേഷൻ്റെ ലോ ഇതായിരുന്നു അല്ലേ, ഈ ഒരു പോയിന്റ് ആയിരുന്നു. അക്യുമുലേഷൻ ഫേസിൽ ക്രിയേറ്റ് ചെയ്ത ലോ ഇതായിരുന്നു. അപ്പോൾ ആ ലോ ആണ് ഈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ലോവിനെ വന്ന് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലേ. ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ലോവിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഉണ്ടാവും. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ എന്താണ്, ഒരു സപ്പോർട്ടാണ് അല്ലേ. ഈ സപ്പോർട്ട് ബ്രേക്കായി എന്ന് പറയുമ്പോൾ എഗെയിൻ മാർക്കറ്റ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് എഗെയിൻ സെൽ എൻട്രി നോക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടാവും. ആ ഒരു മെത്തേഡിനെയാണ് ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് എന്ന് പറയുന്നത്. സോ ആ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ അവർ എഗെയിൻ ഈ ഒരു ഏരിയയിൽ നിന്നും അവർ ഷോർട്ട് ചെയ്യും. ഈ ഒരു ഏരിയയിൽ നിന്നും അവർ എഗെയിൻ ഷോർട്ട് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് ഈ ഒരു ലെവലിൽ വെക്കും. ഓക്കെ, അവരുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് ഈ ഒരു ലെവലിൽ വെക്കും. സോ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരുടെയാണ്? ഇവിടെ നിന്നും ബൈ ചെയ്തവരുടെ. ഇവിടെ സപ്പോർട്ട് എടുത്തു. സോ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള വിഷനിൽ ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടായിരുന്നു. സോ ആ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ആയിട്ടുണ്ട് അല്ലേ. അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. പ്ലസ് ഇതൊരു ബ്രേക്ക് ഔട്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നും ഷോർട്ട് ചെയ്യുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അക്യുമുലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് പ്ലസ് നേരത്തെ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്തവരുടെ ഈ ഒരു ഇവിടെ നിന്ന് ഫോമോ ഒക്കെ അടിച്ച് ഷോർട്ട് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഓൾസോ ഇവിടെ ഉണ്ട് അല്ലേ. സോ ഇപ്പോൾ ഇവിടെ ഒരുപാട് എന്താണ് ലിക്വിഡിറ്റി ബിൽഡപ്പ് ആയിട്ടുണ്ട്, റൈറ്റ്. സോ ഈ ഒരു ഫേസിനെയാണ് മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത്? അക്യുമുലേഷൻ ഫേസ്, അതായത് ഇതായിരുന്നു അക്യുമുലേഷൻ ഫേസ്. മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യില്ല, താഴേക്ക് മൂവ് ചെയ്തില്ല, പകരം എന്ത് ചെയ്തു? സൈഡിലേക്ക് മൂവ് ചെയ്തു. ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ബിൽഡപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പിന് ശേഷം രണ്ടാമത് ഈ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഫേസ് ആണ്. അത് അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉണ്ടാവുന്ന ഫേസ് ആണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഫേസ്. സോ മാനിപ്പുലേഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തരും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തരും. ഏതെങ്കിലും സൈഡല്ല, ഇന്നിപ്പോൾ അപ്പ് സൈഡ് ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് യെസ് ഇതുപോലൊരു ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാണ് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ അല്ലേ. ഇതാണ് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നടക്കുന്ന എന്താണ്? ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ വന്ന് കൺസോൾഡേറ്റ് ചെയ്ത് രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യും. എന്നിട്ട് ഈ ക്യാൻഡിൽ ഇപ്പോൾ മുകളിലേക്കല്ലേ ക്ലോസ് ചെയ്തിരിക്കുന്നത്, മുകളിലേക്കല്ലേ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് നേരെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഒരു ബ്രേക്ക് ഔട്ട് പോലെ തരും. അങ്ങനെ ബ്രേക്ക് ഔട്ട് തരുമ്പോഴത്തേക്കും ഇവിടുന്ന് കുറേ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് വന്നിട്ട് ഇവിടുന്ന് ഷോർട്ട് ചെയ്യും. ഈ ഒരു എൻട്രി ഇവിടെ നിന്നും ഷോർട്ട് ചെയ്യും, ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യും, ബ്രേക്ക് ഔട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാത്രമാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഫേസിനെ, അങ്ങനെ നടക്കുന്ന ആ ഒരു ഫേസിനെ, ഇങ്ങനെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തരുന്ന ആ ഒരു ഫേസിനെയാണ് മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് ആണ്. സോ ഫസ്റ്റ് ഫേസ് എപ്പോഴും അക്യുമുലേഷൻ തന്നെയായിരിക്കും, അതിനുശേഷം മാനിപ്പുലേഷൻ തന്നെ വരുള്ളൂ. ഓക്കെ, സോ ഇതാണ് രണ്ട് ഫേസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്ന ഫേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് മൂന്നാമത്തെ ഫേസ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അക്യുമുലേഷൻ കഴിഞ്ഞു, മാനിപ്പുലേഷൻ ഫേസും കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടേണ്ട ഫേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫേസ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് മൂവ്സ് ഇൻ ദ ട്രൂ ഇന്റന്റ് ഡയറക്ഷൻ, ഡെലിവറിങ് ദ റിയൽ മൂവ് ആഫ്റ്റർ ട്രാപ്പിംഗ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റീനെ ട്രാപ്പ് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പായില്ലേ, ഫസ്റ്റ് ഫേസിൽ ഇവിടെ കുറേ ലിക്വിഡിറ്റി ട്രാപ്പായി, ഇവിടെയും കുറേ ലിക്വിഡിറ്റി ട്രാപ്പായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫേസിൽ മാനിപ്പുലേഷൻ ഫേസിൽ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ട്രാപ്പായവർ എന്ത് ചെയ്തു? അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ ട്രാപ്പായിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ, ഇവിടെ കുറേ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഓക്കെ, സോ ഇവരെ ട്രാപ്പ് ചെയ്യലാണല്ലോ ഈ ഒരു ഫേസിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ പ്രൈസ് മൂവ്സ് ഇൻ ദ ട്രൂ ഇന്റന്റ് ഡയറക്ഷൻ, ഡെലിവറിങ് ദ റിയൽ മൂവ് ആഫ്റ്റർ ട്രാപ്പിംഗ് ലിക്വിഡിറ്റി. ഈ ലിക്വിഡിറ്റി ട്രാപ്പിങ്ങിന് ശേഷം ഫസ്റ്റ്
എന്താണ് ആ ഒരു ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ ക്യാൻഡിൽ മുകളിലേക്കാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ആ ഒരു ട്രൂ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ടിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യും. ഇതല്ലേ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെയാണെന്ന് പറയാം അല്ലേ. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രൂ ഡയറക്ഷനിലേക്ക്, സോ ഇവിടെ നോക്കുമ്പോൾ എന്തായിരുന്നു, ഗ്രീൻ ക്യാൻഡിലായിരുന്നു നമുക്ക് അല്ലേ. സോ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു. സോ ഇതിൻ്റെ ട്രൂ ഡയറക്ഷൻ എന്തായിരുന്നു, മുകളിലേക്കായിരുന്നു. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്കാണ് ക്യാൻഡിൽ മൂവ് ചെയ്തത് അല്ലേ. സോ ആ ഒരു ട്രൂ ഡയറക്ഷനിലേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന ആ ഒരു ഫേസിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്, തേർഡ് ഫേസ്. ഓക്കെ. സോ മേജർ മൂവ് ടു ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മാനിപ്പുലേഷൻ സംഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. മാനിപ്പുലേഷൻ ഇവിടെ എങ്ങോട്ടാണ് സംഭവിച്ചത്, ഫോൾസ് ബ്രേക്ക്ഔട്ടിനാണ് മാനിപ്പുലേഷൻ. സോ ആ ഫോൾസ് ബ്രേക്ക്ഔട്ട് സംഭവിച്ചത് താഴേക്കാണ് അല്ലേ. മാനിപ്പുലേഷൻ ഫേസിൽ മാർക്കറ്റ് മൂവ് ചെയ്തത് താഴേക്കാണ്. സോ ആ ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. സോ ഈ ഒരു ഫേസിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റിനെയാണ് പവർ ഓഫ് 3, PO3 എന്ന് പറയും. അതായത് 3 കൺസെപ്റ്റാണ് ഉള്ളത്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് പവർ ഓഫ് 3 എന്ന് പറയുന്ന കൺസെപ്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാട്ടമി ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക്. അതായത് ഒരു ക്യാൻഡിലിൻ്റെ നമുക്കറിയാം, ഏതൊക്കെ നമുക്കൊരു ബുള്ളിഷ് ബയസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യും, ബെയറിഷ് ബയസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യും അല്ലേ. സോ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. അതിൻ്റെ ഓപ്പണിംഗ് താഴെയായിരിക്കും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, താഴേക്ക് മൂവ് ചെയ്യും, ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഹൈൻ്റെ താഴെയായിട്ട് വന്നിട്ട് ക്ലോസിങ് ചെയ്യും. സോ ഇത് തന്നെയാണ് പവർ ഓഫ് 3യിൽ നടക്കുന്നത് അല്ലേ. സോ ഇവിടെ എന്താ നടന്നത്, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഫേസ് വെച്ചിട്ടൊന്ന് നോക്കിയേ. സോ ഇതൊരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ എക്സാമ്പിളാണ്. സോ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ നടന്നത് എന്താണ്, ഇവിടെ ഓപ്പൺ ചെയ്തു, ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു. ഈ ഒരു പോയിന്റിലായിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്കും താഴേക്കും പോയി ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തു. ഓപ്പണിംഗ് ഇതായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഫേസ് സംഭവിച്ചു, മാനിപ്പുലേഷൻ. സെക്കൻഡ് ഫേസ് ഇതേ താഴേക്ക് വന്നു അല്ലേ. സെക്കൻഡ് ഫേസ് മാനിപ്പുലേഷൻ സംഭവിച്ചിട്ട് തേർഡ് ഫേസ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടാണ് സംഭവിച്ചത്, മാനിപ്പുലേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഈ ഒരു ഫേസിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ ഇങ്ങനെയാണ് ഒരു ഡെയിലി ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, താഴേക്ക് വന്നു. താഴേക്ക് വന്നു മീൻസ് ഈ ഒരു റേഞ്ച് ബൗണ്ടിൽ ഇങ്ങനെ നിന്നു. രണ്ട് സൈഡിലേക്കും താഴേക്കും പോയില്ല, മുകളിലേക്കും പോകാതെ സൈഡ് വൈസ് നിന്നു. രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം രണ്ടാമത്തെ ഫേസ് ക്രിയേറ്റ് ചെയ്തു, എന്താണ്, മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഫേസ് ക്രിയേറ്റ് ചെയ്തു. സോ അത് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിട്ട് തന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാമല്ലോ. സോ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നു. സോ ഈ ഒരു ഫേസിനെയാണ് മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിനുശേഷം മൂന്നാമത്തെ ഫേസ്, ഈ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു MSS തരും, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ഫേസ് സ്റ്റാർട്ട് ആവും. ആ ഒരു ഫേസിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. മേജർ ആ ഒരു, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഇങ്ങനെ 3 ഫേസസ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരു ഡെയിലി ക്യാൻഡിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഡെയിലി ക്യാൻഡിലിൽ ഇങ്ങനെ ആയിരിക്കും ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുമ്പോൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ അക്യുമുലേഷൻ, അതായത് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു 50 മിനിറ്റിൽ 5 മിനിറ്റിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റ് ആദ്യമേ ആ ഡേ ഓപ്പണിങ്ങിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ആ ബ്രേക്ക്ഔട്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റിനെയാണ് പവർ ഓഫ് 3 എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളിത് എങ്ങനെ ട്രേഡിൽ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം, നമ്മൾ ഒരു ഡെയിലി നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമുക്കൊരു ബയാസ് ഉണ്ടായിരിക്കണം. ഏതർ ഒരു ഡെയിലി ബയാസോ ഏതർ ഒരു ബുള്ളിഷ് ബയാസോ ബെയറിഷ് ബയാസോ ഉണ്ടായിരിക്കണം. ലെറ്റ്സ് സേ നമുക്കിന്ന് ബുള്ളിഷ് ബയാസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം, ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റിലെ നമ്മൾ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കൺസോൾട്ടേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഈ ഫോൾസ് ബ്രേക്ക്ഔട്ടിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, തേർഡ് ഫേസ് എക്സ്പെക്ട് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫേസ് എക്സ്പെക്ട് ചെയ്യും. സോ ആ ഫേസിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ മാനിപ്പുലേഷൻ തന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ഒരു MSS ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യും. ഓക്കെ. സോ ഇവിടെ ബുള്ളിഷ്
ഡെയിലി ബയാസ് ആയിരുന്നു. സോ മാർക്കറ്റ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തു. സോ ബുള്ളിഷ് ഡെയിലി ബയാസ് ആകുമ്പോൾ മാനിപ്പുലേഷൻ ബെയറിഷിലേക്കായിരിക്കും ആൻഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ ആയിരിക്കും. സോ ബെയറിഷിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും വരുന്നത്? സോ ലെറ്റ്സ് സേ ഇതൊരു ബെയറിഷ്, നമുക്ക് ഇന്നൊരു ബെയറിഷ് ഡെയിലി ബയാസ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പൺ ഇതാണ് അല്ലേ, ഇതാണ് ഓപ്പൺ. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ആണ്. സോ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? സെക്കൻഡ് ഫേസിലേക്ക് പോകും. സെക്കൻഡ് ഫേസ് ഏതാണ്? മാനിപ്പുലേഷൻ. സോ മാനിപ്പുലേഷൻ ഡെയിലി ബയാസ് താഴെ കാണുന്നുണ്ടെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ എങ്ങോട്ടായിരിക്കും? മാനിപ്പുലേഷൻ ബുള്ളിഷ് ആയിരിക്കും. സോ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യും. എവിടം വരെ പോകും? ആ ഒരു മാർക്കറ്റ് ഡെയിലി ക്യാൻഡലിൻ്റെ ഹൈ വരെ മാർക്കറ്റ്, അതായത് ആ ഒരു മാനിപ്പുലേഷൻ തീരുന്ന ആ പോയിന്റ് ആയിരിക്കും ആ ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ഹൈ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരു MSS ക്രിയേറ്റ് ചെയ്യും. MSS ക്രിയേറ്റ് ചെയ്തിട്ട് മേജർ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. സോ ഈ ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ മേജർ മൂവ്മെൻറ്റ് താഴേക്കായിരുന്നു അല്ലേ, താഴേക്കായിരുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു മാനിപ്പുലേഷന് ശേഷം തേർഡ് ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഫോം ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലേക്ക് പോകും. MSS ക്രിയേറ്റ് ചെയ്ത് മേജർ മൂവ്മെൻറ്റ് താഴേക്ക് തന്നെ തരും. താഴേക്ക് തന്നിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റ് ആ ഒരു ദിവസത്തിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്യും. സോ ഇതാണ് ഇന്നത്തെ ലോ. ഈ ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ലോ ഇതാണ്. അവിടെ വന്നിട്ട് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് അഗെയിൻ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ട് മുകളിൽ ഇതിൻ്റെ ക്ലോസ് ഈ ഒരു ഏരിയ ആണ് അല്ലേ, ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. സോ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ എങ്ങനെയായിരുന്നു? 3 ഫേസ് ആയിട്ട് ആണ് മാർക്കറ്റ് മൂവ് ചെയ്തത് അല്ലേ. സോ ഈ ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് ഇവിടെ ആയിരുന്നു. ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? കൺസോൾഡേറ്റ് ചെയ്തു. ദെൻ ഇവിടുത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. സോ എന്താണ്, ബെയറിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ മുകളിലേക്കൊരു മാനിപ്പുലേഷൻ തന്നു. അതിനുശേഷം എന്ത് ചെയ്തു? തേർഡ് ഫേസ് ഡിസ്ട്രിബ്യൂഷൻ MSS ക്രിയേറ്റ് ചെയ്തിട്ട് മേജർ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോവിൻ്റെ എബോവ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 3 ഫേസിലൂടെ ആയിരിക്കും ഒരു ദിവസം മാർക്കറ്റ് കടന്നു പോകുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ക്ലോസ് എവിടെയാണെന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ട്രേഡ് എടുക്കേണ്ടത് എവിടെയാണ്? ഈ ഒരു മാനിപ്പുലേഷൻ കിട്ടിയതിന് ശേഷം നമുക്കൊരു MSS കിട്ടും. നമ്മളിപ്പോൾ ഇതേപോലൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ടൈമിൽ പോയി ബുള്ളിഷ് എൻട്രി എടുത്ത് എങ്ങനെ ഇരിക്കും? നമുക്ക് ആ ഒരു ട്രേഡ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും അല്ലേ. സോ ഇങ്ങനെയുള്ളൊരു ഇങ്ങനൊരു ബെയറിഷ് ബയാസ് ഉള്ളൊരു ഡെയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെയറിഷ് ട്രേഡ്സ് നോക്കണം. സോ ബെയറിഷ് ട്രേഡ്സ് നോക്കാൻ പറ്റിയ ഒരു പോയിൻ്റാണ് ഈ ഒരു പോയിന്റ്, ഈ ഒരു മാനിപ്പുലേഷൻ കിട്ടിയതിന് ശേഷം MSS കിട്ടുമ്പോൾ എടുക്കുന്ന പോയിന്റ്. ഓക്കെ, MSS കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു ഷോർട്ട് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഒരു 1:1.5 2 ട്രേഡ്സ് നമുക്ക് ബുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ ഈ ചാർട്ടിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇവിടെ ആക്ച്വലി ഇന്നലെ ഇങ്ങനെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഓപ്പണിംഗ് ഇതാണ്. ഇന്നലത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. 00 മിഡ് നൈറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഈ ഒരു മിഡ് നൈറ്റ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫേസ് എക്സ്പെക്ട് ചെയ്യും. ഫസ്റ്റ് ഫേസ് എന്താണ്? അക്യുമുലേഷൻ. സോ കുറച്ചുകൂടി ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കുമ്പോൾ ഈ ഒരു ഫേസിനെ നമുക്ക് അക്യുമുലേഷൻ ഫേസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിരുന്നു അല്ലേ. ഇവിടെ ഇത്രയും മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിരുന്നു. ബെയറിഷ് വന്ന് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചാൽ മാർക്കറ്റ് പിന്നെ കാര്യമായിട്ട് മൂവ് ചെയ്തിട്ടില്ല അല്ലേ. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സൈഡ് വേസ് മൂവ് ചെയ്തു. ഈ ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്തില്ല, ഈ ഒരു ലോവിനെയും ബ്രേക്ക് ചെയ്തില്ല, പകരം ഇങ്ങനെ സൈഡ് വേസ് മൂവ് ചെയ്തു. സോ ഈ ഒരു ടൈമിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ലിക്വിഡിറ്റി ബിൽഡപ്പ് നടന്നു. ഇവിടെ ഓൾസോ ലിക്വിഡിറ്റി ബിൽഡപ്പ് നടന്നിട്ടുണ്ട്. സോ അതിനുശേഷം സെക്കൻഡ് ഫേസ് ഫോം ചെയ്തു. സെക്കൻഡ് ഫേസ് എന്താണ്? മാനിപ്പുലേഷൻ ഫേസ്.
സോ മാനിപ്പുലേഷൻ ഫേസ് എങ്ങോട്ടായിരിക്കും? ഈ ഒരു ഡേയിൽ എനിക്ക് ബുള്ളിഷ് ബയാസ് ആയിരുന്നു. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് ഈ ഒരു ദിവസം ഫോം ചെയ്തിരിക്കുന്നത്. സോ ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അക്യുമുലേഷൻ, ഫസ്റ്റ് ഫേസ് അക്യുമുലേഷന് ശേഷം സെക്കൻഡ് ഫേസ് മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ മാനിപ്പുലേഷൻ ബുള്ളിഷിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ബുള്ളിഷ് ക്യാൻഡിൽ മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ താഴേക്കായിരിക്കും. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് പോയി, ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് പോലെ തന്നു. സോ 50 മിനിറ്റിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, ഇവിടെ ആയിരുന്നു നമ്മുടെ അക്യുമുലേഷൻ ഫേസ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് പോയി ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. ഫോൾസ് ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. സോ ഇതിനായിരുന്നു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് എന്താ പറയുക, തേർഡ് ഫേസിന് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയാം, അല്ലേ? സോ അവിടെ അക്യുമുലേഷൻ ഫേസ് ഇതായിരുന്നു. മാനിപ്പുലേഷൻ ഫേസ് വരച്ച് കാണിക്കാൻ വേണ്ടി. സോ ഈ റെഡ് കളർ കൊടുക്കുക, അല്ലേ? ഈ റെഡ് കളറിലുള്ളതാണ് മാനിപ്പുലേഷൻ ഫേസ്. മാനിപ്പുലേഷൻ ഫേസിന് ശേഷം എന്ത് സംഭവിച്ചു? നമുക്ക് ഇവിടുന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം നമുക്കിവിടെ ഒരു എൻട്രി നോക്കാമായിരുന്നു. സോ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിന് ശേഷമാണ് ആ ഒരു ദിവസത്തിൻ്റെ മേജർ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ബുള്ളിഷ് ആയിരുന്ന ആ മാനിപ്പുലേഷൻ്റെ മൂവ്മെൻറ്റ് വളരെ ചെറുതായിരുന്നു. അതിനുശേഷം മേജറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് എങ്ങോട്ടാണ്? ബുള്ളിഷ് സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സോ ഇതാണ് സംഭവം. ഇങ്ങോട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ഇത്രയും വലിയൊരു ബുള്ളിഷ് മൊമെൻറ്റം ഇവിടുന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ക്യാൻഡിലായിരിക്കും മോസ്റ്റ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനെ ഒരു ഡെയിലി ക്യാൻഡിൽ, ഗ്രീൻ കളർ ക്യാൻഡിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ആ ഒരു ഗ്രീൻ കളർ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഫേസ് മാനിപ്പുലേഷൻ താഴേക്ക് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു MSS ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മുകളിലേക്കുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതായത് പവർ ഓഫ് 3 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിനി ചാർട്ടിൽ ഏതൊക്കെ ടൈമിൽ നമുക്ക് നോക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്തു തരാം. ഓക്കെ.